ഇന്ന് ബ്രിനോയിലെ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ്. ഇപ്പോൾ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ബ്രിനോയിൽ മാത്രമല്ല, യൂറോപ്പിലെല്ലായിടത്തും നല്ല ഹരിതാഭയും പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു വാട്ടർ സ്ട്രീം കൂടെ ആയാലോ. അങ്ങനെ അതിമനോഹരമായ ആന്ത്രപ്പോസ് എന്ന് പറയുന്ന അങ്ങനെ വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനൊന്നും അല്ലാത്തൊരു സ്ഥലത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ആന്ത്രപ്പോസിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെരുവുണ്ടടാ. അമ്മ തന്നെ ആടട്ടെ. കുട്ടിയൊന്ന് ബാക്കിൽ മാറി പ്രാവശ്യം തന്നെ ആടട്ടെ. ഇത് പൊട്ടിയതാണ്. അപ്പൊ ഇതിന്റെ ഇവിടെ ഡൈനോ നിൽക്കും. ഡൈനോസിനെ പറ്റിയില്ല പാർക്കാം. ഫോസിൽ എന്നാ പറയാ. മണ്ണിൽ നിന്ന് കുറെ കാലം കഴിഞ്ഞ് കിട്ടുന്ന സ്കെൽട്ടണ് ഫോസിൽ എന്ന് പറയും. ഈ ഒരു ചെടി ഇതാ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ലൊരു മണം. ഇത് കുറച്ചൊന്നുമല്ല ഉള്ളത്, കണ്ടോ ആ സൈഡ് മൊത്തം ഈ ഒരു വലിയ ചെടിയല്ല, ഒരു വള്ളിക്കെട്ടൊക്കെ പോലെ. തല മുട്ടരുത്. അവിടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടല്ലേ. സൈക്കിൾ അവിടെ വെച്ചിട്ട് ഇറങ്ങിയാൽ മതി, ഉരുണ്ട് വരേണ്ടി വീഴും. സൈക്കിൾ അവിടെ മരത്തിൽ ചാരി വെച്ചോളൂ. നല്ല ഭംഗിയുണ്ട്. അങ്ങോട്ട് ഇറങ്ങിയ കണ്ണ സ്ലിപ്പ് ആവും കണ്ണ. അമ്മ അത് ഭയങ്കര ചളിയുണ്ട്. ചളി. അത് ഇന്നലെയൊക്കെ മഴയായിരുന്നില്ലേ. ഞാൻ അതാ പിന്നെ ഞാൻ എടുത്തണം. പക്ഷെ നല്ല വെള്ളം തെളിച്ചുണ്ടല്ലേ. ഈ വഴിയൊക്കെ കണ്ടപ്പോൾ നമുക്കിങ്ങനെ ആ വെള്ളത്തിൻ്റെ അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് കരുതി. അവിടെ ചളിയാണോ? ഇത് നമ്മൾ സ്ലൊവേനിയയിലെ ഒരു ലേക്കിൽ ഇതേപോലെ പോയിരുന്ന, ലേക്കിൻ്റെ പേര് അറിയാത്തൊരു ലേക്കായിരുന്നു. നമ്മൾ ഇതേപോലെ ഇങ്ങനെ കുറേ തിരഞ്ഞ് നടന്ന് ഇറങ്ങാൻ പറ്റിയ വഴിയൊക്കെ കണ്ടുപിടിച്ച് വെള്ളത്തിലൊക്കെ കളിച്ചൊരു വീഡിയോ മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ നോക്കാം, ഭംഗിയുള്ളൊരു താറാവ്. ഞങ്ങളോട് ആരോടും പറഞ്ഞില്ലല്ലോ. സാഹസികമായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. വാവ്,
ആ തിരിച്ച് കേറുമ്പോ അതിലേ കയറാം. നമ്മളുടെ സങ്കല്പത്തിലൊരു സ്ഥലമായിട്ടോ ഇത്. സത്യം പറഞ്ഞാൽ നമ്മൾ ബിർണോല് നമുക്ക് കനാലോ അല്ലെങ്കിൽ അങ്ങനത്തെ ലേക്കുകളൊക്കെ കുറച്ച് കുറവാണെന്നൊരു കംപ്ലൈൻറ്റ് ഇങ്ങനെ നമ്മളെപ്പോഴും പറയായിരുന്നു പരസ്പരം. പക്ഷെ ഇത് അടിപൊളി ഒരു സ്ഥലമായി. ഒരു മീൻ പാവം ചത്ത് കിടക്കണേ. ഇങ്ങനെ ചത്ത് കിണാവോ? പകുതിയൊക്കെ മുറിഞ്ഞു കിടക്കുന്നുണ്ട്. ആ പിടിച്ചിട്ടതായിരിക്കും. ഉരുക്കോളൂ. ഞാനൊരു കാര്യം ചെയ്യാം, കണക്ക് ഞാൻ എടുത്തരാം. കണ്ണനെ എവിടെ പോയാലും കല്ല് പെറുക്കുന്ന, നല്ല ഭംഗിയുള്ള കല്ല് പെറുക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ കണ്ണ് ഇവിടുന്ന് കളക്ട് ചെയ്ത കല്ലുകളാണ്. കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക, എത്ര നേരം പിടിക്കുന്ന അറിയില്ല അല്ലേ. നമ്മുടെ വീട്ടിലിപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലെയും കല്ലുകളുണ്ട്. അപ്പം നമ്മളിതേ തിരിച്ച് പോവുകയാണ് അല്ലേ, തിരിച്ച് പോവുകയാണ്. കണ്ണ നല്ല ഭംഗിയുള്ള മഷ്റൂം കാണിച്ചു തരാം. ഇതാ, പക്ഷെ അതിൻ്റെ സൈഡൊക്കെ പൊട്ടിക്കണം അല്ലേ. വലിയ മഷ്റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് മനോഹരമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കാണാം. അപ്പോൾ ബൈ ബൈ.